ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വ്യത്യസ്തമാകുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ വീണ്ടും ഉറപ്പിച്ചുകൊണ്ടാണ്. കാരണം BJP ഇവിടെ തുറക്കും എന്ന് തന്നെയാണ് മിക്ക എക്സിറ്റ് പോൾ പ്രവചനങ്ങളും വിരൽ ചൂണ്ടുന്നത്. 1 മുതൽ 3 വരെ സീറ്റുകളിൽ BJP വലിയ രീതിയിൽ വിജയിക്കുമെന്നുള്ള പ്രവചനമാണ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നതും. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് MK വിനോദ്, കൊല്ലത്ത് നിന്ന് പ്രജിത് മോഹനൻ, പാലക്കാട് നിന്ന് സുധീഷ് ഗോപാൽ എന്നിവരാണ് ചേരുന്നത്. ആദ്യം വിനോദിലേക്ക്. വിനോദ്, ഈ ജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് BJP സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങൽ. ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളും അപ്രകാരം അത് ശരിവെക്കുന്നത് കൂടിയാണ്. അനു, തീർച്ചയായും ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇത്തവണ ലോക്സഭയിലേക്ക് 1-ലേറെ അംഗങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള പ്രവചനമാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പറയുന്നത്. അതിൽ 3 മണ്ഡലങ്ങൾ ഉറപ്പിക്കുന്നു, അത് 4 മണ്ഡലം വരെ ആകാം എന്ന് പറയുന്നു. അപ്പോൾ ഈ 3 മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് തൃശ്ശൂർ, മറ്റൊന്ന് ആറ്റിങ്ങൽ എന്നിങ്ങനെയാണ്. 4ാമത്തെ മണ്ഡലത്തിലേക്കാണ് പത്തനംതിട്ട വരുന്നത്. അപ്പോൾ തീർച്ചയായും ഈ 1 മുതൽ 3 വരെ സീറ്റുകൾ എന്നുള്ള കണക്കിലേക്ക് വരുമ്പോൾ അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ തന്നെ അത് സംഭവിച്ചു കൂടായികയില്ല. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. കാരണം അവിടെ അടിക്കടി BJPക്ക് വോട്ടുകൾ ഇരട്ടിയായി വർദ്ധിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കഴിഞ്ഞ തവണ അറിയാം, കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് അവിടെ മത്സരിച്ചത് ശോഭ സുരേന്ദ്രനായിരുന്നു. 2.5 ലക്ഷത്തോളം വോട്ടുകൾ അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. 1.25 ലക്ഷം വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന ഇടത്തു നിന്നാണ് വളരെ പെട്ടെന്ന് ഇരട്ടിയോളം വോട്ടുകൾ, അതായത് 2.5 ലക്ഷത്തോളം വോട്ടുകളിലേക്ക് എത്തിയത്. അവിടെ നിന്നും വോട്ട് ഏകദേശം 3 ലക്ഷത്തിന് മുകളിൽ, 3.5 ലക്ഷത്തിന് അടുത്തേക്ക് എത്തിയാൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള V മുരളീധരന്റെ വിജയം ഉറപ്പ് എന്ന് എതിരാളികൾ പോലും പറയുന്നു. 10 ലക്ഷത്തിനടുത്ത് 9 ലക്ഷത്തോളം വോട്ടുകളാണ് അവിടെ ഉള്ളത്. പ്രധാനമായും 3 മുന്നണികൾ അവിടെ മത്സരിച്ചിരിക്കുന്നു. നിലവിലുള്ള MP അടൂർ പ്രകാശ്, അതേപോലെ തന്നെ CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും അവരുടെ വർക്കല MLAയുമായിട്ടുള്ള V ജോയ്, അതേപോലെ തന്നെ V മുരളീധരൻ, ഇങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിച്ചിരിക്കുന്നു. കോൺഗ്രസ്, CPM, BJP പാർട്ടികൾ നേരിട്ടുള്ള മത്സരം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങലിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള V മുരളീധരന് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടങ്ങളിൽ പോലും പല അവസരത്തിലും ജനം TV അടക്കമുള്ള ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ എതിരാളികളൊക്കെ അതൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യം ആണ് എന്നുള്ള തരത്തിലാണ് അന്ന് വ്യാഖ്യാനങ്ങൾ ഉണ്ടായത്. പക്ഷേ BJP എതിർക്കുന്ന, NDA എതിർക്കുന്ന മാധ്യമ വിഭാഗങ്ങൾ നടത്തിയ സർവേയിൽ പോലും കേരളത്തിൽ BJP ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നായി ആറ്റിങ്ങൽ വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം മാറുന്നു. പൊതുവെ BJPക്ക് വലിയ കുതിച്ചുചാട്ടമുണ്ടാകുന്ന മണ്ഡലങ്ങളിലൊന്നായി ആറ്റിങ്ങൽ മാറും എന്നുള്ള കാര്യം സംശയമില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും പാർട്ടിക്ക് നിരവധി MLAമാരെ സമ്മാനിക്കാൻ കഴിയുന്ന ലോക്സഭാ മണ്ഡലമായി, അതായത് ആ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലമായി ആറ്റിങ്ങൽ മാറുന്നുവെന്നാണ് എക്സിറ്റ് പോളുകൾ നിർവചിക്കുന്നത്. അനു, തീർച്ചയായും കൊല്ലത്തേക്കാണ് എത്തുന്നത്. പ്രജിത്ത്, ഈ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രചാരണ വേളകളിൽ ഒരുപക്ഷെ ഒരേ MP-യാണ് കൊല്ലം കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടേയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ പ്രചാരണ വേള കുറച്ച് വ്യത്യസ്തമായിരുന്നു. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം NDA സ്ഥാനാർത്ഥി അടക്കം മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ല്ലാത്തൊരു ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിച്ച തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. എന്തായാലും അതിൻ്റെ ഫലം എത്തുമ്പോൾ ആര് വിജയിക്കും, ആര് തോൽക്കും എന്നതൊക്കെയുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ പ്രചാരണ രംഗത്ത് നടന്ന വാശിയേറിയ പോരാട്ടം അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ആദ്യഘട്ടത്തിൽ NK പ്രേമചന്ദ്രൻ എന്ന സിറ്റിംഗ് MP, കൊല്ലത്തെ സ്ഥിരം മുഖം, അദ്ദേഹത്തിന് എതിരായി മുകേഷ് വരുന്നു. മുകേഷ് വരുമ്പോൾ കൊല്ലത്തെ MLA ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു മത്സരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അവിടെ പ്രേമചന്ദ്രന് തന്നെ കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ വിജയസാധ്യതയും കൽപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ പിന്നീട് കൃഷ്ണകുമാർ വന്നതോടെ തിരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പിന്റെ മുഖം തന്നെ മാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. കൊല്ലത്ത് സാധാരണഗതിയിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തുന്നത് നമ്മൾ കണ്ടതാണ്. അവസാന നിമിഷമാണ് കൃഷ്ണകുമാറിന്റെ പേര് പ്രഖ്യാപിക്കപ്പെട്ടത്. അതോടെ തന്നെ പ്രചാരണത്തിന് മറ്റു സ്ഥാനാർത്ഥികളെക്കാൾ കുറച്ച് സമയം മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. പക്ഷേ ആദ്യഘട്ടം മുതൽ തന്നെ പ്രചാരണത്തിൽ സജീവമായി മണ്ഡലത്തിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ, ഇമ്പാക്ട് സൃഷ്ടിക്കാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞു എന്നുള്ളതാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് ചന്ദനത്തോപ്പൈറ്റയിലെ SFIക്കാർ അദ്ദേഹത്തെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രചാരണ തുടക്കത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു അനുകൂല തരംഗം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം പിന്നീട് വൈറലായതുമൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച വലിയ സ്വീകാര്യതയൊക്കെ BJPക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണ തനിക്കുണ്ട് എന്നുള്ളതാണ് കൃഷ്ണകുമാർ എടുത്തെടുത്ത് പറയുന്നത്. അത് കൊല്ലം മണ്ഡലത്തിൽ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കുമെന്നുള്ളതും BJP ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലകളിൽ കൃഷ്ണകുമാറിന് വലിയ രീതിയിലുള്ള സ്വാധീനം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മൊത്തത്തിലുള്ളൊരു വിലയിരുത്തൽ വരുമ്പോൾ ഇപ്പോഴും പ്രേമചന്ദ്രന് മുൻതൂക്കം നൽകുമ്പോൾ തന്നെ ഒരുപക്ഷെ കൃഷ്ണകുമാർ ഒരു ജയൻ കില്ലറായി മാറിയിരിക്കാനോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വലിയൊരു വിജയം സ്വന്തമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മളുള്ളത് കൊല്ലം സെന്റ് ലൂഷ്യസ് സ്കൂളിലാണ്. ഇവിടെയാണ് കൊല്ലത്തിന്റെ വിധി എഴുതുന്ന അല്ലെങ്കിൽ വോട്ടെണ്ണുന്നത്. ഇപ്പോൾ അവിടെ മുന്നൊരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഉദ്യോഗസ്ഥരൊക്കെ കൃത്യമായി എത്തി രാവിലെ മുതൽ തന്നെ നാളത്തെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളെയും വോട്ടെണ്ണൽ സ്കൂളിലെ 7 EVM കൗണ്ടിംഗ് ഹാളുകളിലായി രാവിലെ 8 മുതൽ തന്നെ ആരംഭിക്കും. പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുക. പിന്നീട് 8:30 EVM വിഷലും വോട്ടെണ്ണലുകൾ ആരംഭിക്കും. ഈ മണ്ഡലത്തിലെ ഓരോ നിയോജക മണ്ഡലത്തിനായി ഏതാണ്ട് 14 ടേബിളുകളും പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിങ്ങിനായി 33 ടേബിളുകളുമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. പരമാവധി 14 റൗണ്ടിൽ EVM വോട്ടെടുപ്പ് പൂർത്തിയാക്കുമെന്നുള്ളതാണ് കളക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. കൂടുതൽ ബൂത്തുകളുള്ള ചടയമംഗലം, പുനലൂർ, കുണ്ടറ മണ്ഡലങ്ങളിലായിരിക്കും ഈ 14 റൗണ്ട് വരെ കാര്യങ്ങൾ എത്തുക. മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് 12 റൗണ്ടിൽ വോട്ടെണ്ണൽ പൂർത്തിയാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുക. എന്തായാലും മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, കൊല്ലത്തിന് ഇതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ പോസ്റ്റൽ വോട്ടുകൾ വന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 12,000-ലധികം പോസ്റ്റൽ വോട്ടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് 14,000 വരെ കടക്കുമെന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി സജീവമായ ഒരു ദിവസത്തിന് ഇവിടെ കാത്തിരിക്കുകയാണ് ഉദ്യോഗസ്ഥരൊക്കെ തയ്യാറെടുക്കുന്നത്. എന്തായാലും 3 മുന്നണികളും വലിയ വിജയ പ്രതീക്ഷയിലാണ്. എനിക്ക് പ്രേമചന്ദ്രന് ചില എക്സിറ്റ് പോളുകളൊക്കെ മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട് എങ്കിലും അതിനപ്പുറത്തേക്ക് ശക്തമായ രാഷ്ട്രീയ മത്സരം സാധ്യമാക്കുമെന്നുള്ളതാണ് 3 മുന്നണികളും കരുതുന്നത്. 3 മുന്നണികളുടെ വിജയ പ്രതീക്ഷകൾ നമ്മൾ അളക്കുകയാണെങ്കിൽ NK പ്രേമചന്ദ്രൻ അദ്ദേഹം കൊല്ലത്തെ ഒരു സ്ഥിരം മുഖമാണ്. സൗമ്യ സാന്നിധ്യമായി കുറേ കാലമായി കൊല്ലം രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിന് മുൻകാലങ്ങളിലുണ്ടായ വിജയം, മണ്ഡലത്തിലുള്ള ആഴത്തിലുള്ള വ്യക്തിബന്ധം എന്നിവയാണ് UDFന്റെ വിജയ പ്രതീക്ഷയെ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ചവറ, കുണ്ട്ര തുടങ്ങിയ മേഖലകളിൽ. അതോടൊപ്പം ഇടത് ക്യാമ്പിനെ പ്രതീക്ഷ അർപ്പിക്കുന്നത് മുകേഷിന് സിനിമാ നടൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന് സ്വാധീനം. ഓൾറെഡി മണ്ഡലത്തിലെ ഒരു MLA ആണ്. കൊല്ലം മണ്ഡലത്തിലെ MLA എന്നുള്ള രീതിയിലുള്ള മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം, ഒപ്പം പാർട്ടിയുടെ സുശക്തമായ സംഘടനാ സംവിധാനം എന്നിവയുടെയെല്ലാം അടിസ്ഥാനത്തിലാണ് വിജയ പ്രതീക്ഷയുമായി ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. BJPയുടെ കണക്കുകൂട്ടൽ വരുമ്പോൾ ഒരു BJPക്ക് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് മണ്ഡലത്തിനുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു ഓളമുണ്ട്. ആ ഓളത്തിനൊപ്പമാണ് നേരത്തെ പറഞ്ഞ സ്ത്രീ വോട്ടർമാരുടെ ഇടയിലടക്കം സിനിമാ താരം എന്നതിനുള്ള ഒരു സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബമടക്കം മണ്ഡലത്തിലെത്തി പ്രചാരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ എല്ലാവരും സെലിബ്രിറ്റികളാണുള്ള ഒരു സാഹചര്യമാണുള്ളത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ. അപ്പോൾ ആ വലിയ രീതിയിലുള്ള ഫാൻ ഫോളോവിങ്ങും അതോടൊപ്പം തന്നെ BJPയുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ അവരുടെ സംഘടനാ സംവിധാനത്തിന്റെ ഏറ്റവും എണ്ണയിട്ട രീതിയിൽ കൃത്യമായി യന്ത്രം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് മിഷനറി അത്ര പൂർണ്ണമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയും BJPക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം BJPക്ക് വലിയ ഒരു മുന്നേറ്റം നൽകുന്നു. ഏതാണ്ട് 2014 6% നിന്ന് 2019 എത്തുമ്പോഴത്തേക്കും അത് 10%, പിന്നീട് അത് ഇപ്പോൾ അതിലും വലിയൊരു വോട്ട് ബാങ്ക് വർധനവിലും BJP ലക്ഷ്യമിടുന്നു. എന്തായാലും കൃത്യമായി വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ശതമാനം BJPക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും നമുക്ക് ഇപ്പോൾ തർക്കമില്ല. അത് വിജയത്തിലെത്തുമോ എന്നുള്ളതാണ് ജൂൺ 4 വരെ കാത്തിരുന്ന് കാണേണ്ടത്. തീർച്ചയായും നമുക്കിനി പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടെണ്ണൽ വിശേഷങ്ങൾ കൂടി അറിയാം. സുധീഷ് ഗോപാലാണ് അവിടെ നിന്ന് ചേരുന്നത്. സുധീഷ്, അവിടുത്തെ വോട്ടെണ്ണൽ ഒരുക്കങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇത്തവണ കേരളത്തിൽ നിന്നുള്ള BJP സാധ്യതകളെ കുറിച്ചാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ശക്തനായ സ്ഥാനാർത്ഥിയെയാണ് BJP രംഗത്തെത്തിയത്, കളത്തിലിറക്കിയതും. പ്രധാനമന്ത്രി മുതൽ ഈ K അണ്ണാമലൈ വരെ നീളുന്നു. ദേശീയ നേതാക്കളുടെ നിര തന്നെയായിരുന്നു പാലക്കാട് C കൃഷ്ണകുമാറിന് വേണ്ടി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയത്. ഇനി മറ്റൊരു പ്രത്യേകത, ഒരുപക്ഷെ പാലക്കാട് ഈ സ്റ്റഡി ഗ്രോത്ത് ഒരു BJPയുടെ വോട്ട് ഷെയറിൽ ഉണ്ട് എന്നതും വിസ്മരിക്കാനാവുന്നതല്ല. കാരണം 1989 മുതൽ 2019 വരെയുള്ള കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മാത്രം 3 ദശാംശം ചില്ലുവാനം ശതമാനത്തിൽ നിന്ന്
വൻ വർധനവ് 21 വർധനവിലേക്ക് വോട്ട് ഷെയർ മാറുന്ന ഒരു കാഴ്ച ഒരു 25 വർഷത്തെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റഡി ഗ്രോത്ത് BJPക്ക് അവകാശപ്പെടാവുന്ന മണ്ഡലം. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വർധനവ്, അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിലുള്ള BJPയുടെ സ്വാധീനം അത് കൃത്യമായി വർദ്ധിച്ചു വരുന്നു എന്നത് തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നതാണ്. നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പ്രതിനിധീകരിച്ചിരുന്ന മലമ്പുഴ മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 41,000-ലധികം വോട്ടുകൾ നേടിയിരുന്നു. നിയമസഭാ മണ്ഡലത്തിൽ പോലും 41,000-ലധികം വോട്ടുകൾ നേടിയിരുന്നു. ആ രീതിയിൽ 2.5 ലക്ഷത്തോളം വോട്ട് പാലക്കാട് മണ്ഡലത്തിൽ NDA കഴിഞ്ഞ പ്രാവശ്യം കരസ്ഥമാക്കിയതാണ്. ഇതിൽ വന്ന ഒരു വോട്ട് വർധനവ്, കഴിഞ്ഞ ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഇടവേളകളിൽ ഉണ്ടാകുന്ന ഈ വർധനവ് ഇത്തവണയും ഉണ്ടായാൽ അത് തീർച്ചയായും അതൊരു വിജയമായി മാറും എന്നതിൽ സംശയമില്ല. ആ രീതിയിൽ തന്നെയാണ് ഓരോ മണ്ഡലത്തിലെയും പ്രചരണങ്ങൾ നടന്നതും എല്ലാം തന്നെ. ആ ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് NDA വെച്ച് പുലർത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം VK ശ്രീകണ്ഠൻ നേടുമ്പോൾ ഏതാണ്ട് 10,000 ശിഷ്ടം വോട്ടുകൾ മാത്രമായിരുന്നു ഭൂരിപക്ഷം. ഈ ഭൂരിപക്ഷം മറികടക്കുന്നതിന് BJPക്ക് വേണ്ടത് കൃത്യമായി ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും 7 നിയമസഭാ മണ്ഡലങ്ങളിലും കൃത്യമായ വോട്ട് വർധനവ് നേടിയാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ട് വർധനവ് നേടിയാൽ, അത് 10,000-നും 15,000-നും ഇടയ്ക്ക് വോട്ട് വർദ്ധിച്ചാൽ തന്നെ അതൊരു വിജയമായി മാറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ആ രീതിയിലുള്ള കണക്കുകൂട്ടലുകളും ആ രീതിയിലുള്ള പ്രതീക്ഷയുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും. നമുക്ക് കൃത്യമായി തന്നെ പറഞ്ഞാൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4ഇടത്ത് ഇപ്പോൾ നിയമസഭയിലേക്ക് നോക്കുമ്പോൾ LDF MLA-മാരാണെങ്കിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ഇടത്ത് മാത്രമാണ് LDFന് ഭൂരിപക്ഷം കിട്ടിയത്. കോങ്ങാട് ഏതാണ്ട് കട്ടയ്ക്കായിരുന്നു. ഏറ്റവും പ്രധാനമായും മലമ്പുഴ, അതോടൊപ്പം തന്നെ ഷൊർണൂർ, ഒറ്റപ്പാലം എന്നിവിടങ്ങളിലാണ് LDFന് ഭൂരിപക്ഷം ഏറ്റവും നന്നായി ലഭിച്ചത്. അതിൽ ഏറ്റവും UDFന് പ്രതീക്ഷ നൽകുന്നത് മണ്ണാർക്കാട് തന്നെയാണ്. അവിടെ ഏതാണ്ട് 75,000-ഓളം വോട്ട് പിടിച്ച് 12,000-ലധികം ഭൂരിപക്ഷം നേടിയിരുന്നു. ഇത്തരം ഒരു വോട്ട് ഷെയറിംഗ് തന്നെയാണ് കഴിഞ്ഞ തവണ ശ്രീകണ്ഠൻ ഒരു അട്ടിമറി വിജയം നൽകിയതും. എന്നാൽ ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഒരു മോദി തരംഗത്തിൻ്റെ വലിയ യാഥാർത്ഥ്യം അത് വോട്ടായി മാറുമ്പോൾ, അത് നമുക്കറിയാം, സംസ്ഥാനത്തെ എല്ലാ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഉണ്ടാകുന്നതാണ്. അതിൽ ഏറ്റവും മുന്നോട്ട് ആ ഒരു വർധന ഉണ്ടാകുന്നതിൽ ഏറ്റവും പ്രഥമ പട്ടികയിൽ തന്നെ ഉള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. അതുകൊണ്ട് തന്നെ കൃത്യമായും ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളുടെയും ചിട്ടയായ പ്രവർത്തനങ്ങളുടെയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഒരു പ്രതീക്ഷ, നമുക്കറിയാം, ഇപ്പം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ വികാരമുണ്ട്. അതിൽ പകരം ഒരു പ്രതീക്ഷ കേൾക്കുന്നത് കേന്ദ്ര സർക്കാരിൽ തന്നെയാണ്. ഇപ്പോൾ ഓരോ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അത് കൃത്യമായി ജനങ്ങളിൽ എത്തണമെങ്കിൽ, ഇല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെടുന്നിടത്ത് കുടിവെള്ളം അടക്കമുള്ള പ്രാഥമിക കാര്യങ്ങൾ എത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കൈവരിച്ചിട്ടുള്ള, കേരളത്തിലടക്കം ഓരോ സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ, അതിലെല്ലാം വലിയ രീതിയിലുള്ള പ്രതീക്ഷ. ഒരു സമയത്ത് CPM കോട്ട എന്നറിയപ്പെട്ടിരുന്ന ബംഗാളിൽ പോലും നമ്മൾ കണ്ടതാണ്. മോദിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് ഇതര മറ്റ് മതത്തിലുള്ളവർ പോലും മറ്റ് വർഗീയ വിദ്വേഷങ്ങളൊന്നുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു. ആ രീതിയിലുള്ള ഒരു മാറ്റം അത് പാലക്കാട്ടും സാധ്യമാകും എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നാളെ രാവിലെ തന്നെ ഉദ്യോഗസ്ഥർ വിക്ടോറിയ കോളേജിലേക്ക് എത്തുകയും അവിടെ വോട്ടെണ്ണൽ കൃത്യമായി തന്നെ 8 മണിയോടെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. അതിനു മുന്നോടിയായി ഈ കൗണ്ടിംഗ് ഏജന്റുമാർക്കുള്ള പരിശീലനങ്ങളും അവർ പാലിക്കേണ്ടത് മറ്റ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ കൃത്യമായും ഇന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാന ജോലിയിൽ തന്നെയാണ് ഓരോ മുന്നണികളും ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടയോടെ ആ വോട്ടെണ്ണൽ നടക്കുമ്പോൾ അതിൽ വലിയ പ്രതീക്ഷ 3 മുന്നണികളും വെക്കുന്നു. ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ ഒരു സാധ്യത തന്നെയാണ് പാലക്കാട്ട് ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നതും. 3ഉം കരുത്തരായ സ്ഥാനാർത്ഥികളാണ്. കഴിഞ്ഞ തവണ പാലക്കാട്ട് സ്ഥാനാർത്ഥിയായി വലിയ മുന്നേറ്റം നടത്തിയ കൃഷ്ണകുമാർ NDAക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ ഇവിടെ സിറ്റിംഗ് MP കൂടിയായ ശ്രീകണ്ഠൻ, ഒരു VK ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം വലിയ അട്ടിമറി വിജയം നേടി. അതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു എന്ന് പറയപ്പെടുന്ന ഒരു MP കൂടിയാണ്. അതുകൊണ്ട് തന്നെ VK ശ്രീകണ്ഠനും സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വോട്ടുകൾ ലഭിക്കും. അത് തൻ്റെ വിജയത്തിൽ നിർണായകമാകും. ഇതേ സാഹചര്യത്തിൽ തന്നെ NDA പിടിക്കുന്ന, BJP പിടിക്കുന്ന വോട്ടുകൾ കൂടുതലും ഇടതുപക്ഷത്തിൻ്റെ ആയിരിക്കും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് VK ശ്രീകണ്ഠൻ വെച്ച് പുലർത്തുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തേതിലും ചിട്ടയായ രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു മനസ്സോട് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നും എല്ലാ മണ്ഡലത്തിലും ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് LDF വെച്ച് പുലർത്തുന്നത്. ഈ രീതിയിൽ 3 മുന്നണികളും അവരുടെ പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നു. കഴിഞ്ഞ തവണത്തെ ചെറിയ ഒരു മാർജിൻ മാത്രമാണ്
ലഭിച്ചതെങ്കിൽ ഈ പ്രാവശ്യം UDF അതിന് 4 ഇരട്ടി ഭൂരിപക്ഷം കിട്ടുമെന്നാണ് UDF ക്യാമ്പുകൾ പറയുന്നത്. എന്ത് തന്നെയായാലും ഇനി ഏതാണ്ട് 22 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ. നമുക്ക് അതിൽ കൃത്യമായും തന്നെ 3 മുന്നണികളും പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ ഇപ്പോൾ വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ആ മോദി തരംഗം എന്ന ഫാക്ടർ അത് വർക്കൗട്ട് ആയാൽ NDAയ്ക്കും ഇവിടെ വിജയസാധ്യത ഉണ്ട് എന്നത് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഭരണവിരുദ്ധ വികാരത്തിലാണ് NDAയുടെയും അതോടൊപ്പം തന്നെ UDFൻ്റെയും പ്രധാന പ്രതീക്ഷ. മുതിർന്ന CPM നേതാവാണ് ഇത്തവണ ഇവിടെ മത്സരിച്ചിരിക്കുന്നത്, ലോക്സഭയിലേക്ക് മത്സരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM-ഉം അത് ആ ഒരു MP രാജേഷിന് പകരം അതിലും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കാൻ സാധിച്ചു എന്ന പ്രതീക്ഷയാണ് LDF-ഉം പുലർത്തുന്നത്. ഈ രീതിയിൽ എന്തായാലും വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് പാലക്കാട്ട് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ ജനവിധി എന്തെന്നത് ഇനി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാം. അതിനുള്ള കാത്തിരിപ്പിലാണ് ഓരോ ജനങ്ങളും. അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഒരുക്കുന്ന തിരക്കിലാണ് പോലീസും മറ്റ് ജില്ലാ ഭരണകൂടവും മറ്റ് സംവിധാനങ്ങളെല്ലാം ഉള്ളത്. അനു.